ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ കോംബോകളായിട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് 4 കോംബോ ആണ് കേട്ടോ നമ്മളിന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. കോംബോയുടെ റേറ്റ് വന്നിട്ട് 450, അതായത് 450 ആണ് കോംബോയുടെ റേറ്റ് വരുന്നത് കേട്ടോ. രണ്ട് പ്ലാന്റ് വെച്ചിട്ടുള്ള കോംബോ ആണ്. ഇതിൽ മിക്ക കോംബോയും നമുക്ക് ഈ 4 3 കോംബോയും നമുക്ക് ഈ ഒരു സെറ്റ് തന്നെയായിട്ട് എടുക്കാനുള്ളൂ. ഒരു കോംബോ മാത്രം നമുക്ക് ഒരു സെറ്റും കൂടി എക്സ്ട്രാ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ പ്ലാന്റുകളാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോംബോ തൊട്ട് കാണിക്കാം. നമ്മുടെ ആദ്യത്തെ കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് 10 ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ്. പക്ഷേ ഇത് കുറച്ച് നാരോ ലീഫായിട്ട് ഇത്തവണ കുറേ പ്ലാന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നാരോ ലീഫായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത്. അതെ, ഈ ഒരു പ്ലാന്റ് ഇതിൽ കാണുന്ന സൈസ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കോംബോ വരുന്നത് ഇതാണ് കേട്ടോ, സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. ഒന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ അതേ കണ്ടോ എല്ലാത്തിനും. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ട് എല്ലാത്തിനും. കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോ എന്ന് പറയുന്നത് കേട്ടോ. 450 ആണ് റേറ്റ് വരുന്നത്. സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് ബ്യൂട്ടിയാണ് കേട്ടോ, റെഡ് ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ് ആണ്. കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് അജുമാനി പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. ഇത് ഡബിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണേ. ഇതേ കണ്ടോ, ഡബിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സെക്കൻഡ് കോംബോ വരുന്നത് കേട്ടോ. പിന്നെ തേർഡ് കോംബോ വന്നിട്ട് ഈ ഒരു പ്ലാന്റ് വെറൈറ്റി ആണ് കേട്ടോ. ഇതിൽ വന്നിട്ടുള്ളത് പേൾ ഓഫ് മെലോയുടെ പ്ലാന്റും ഇതേ കണ്ടോ, അതുപോലെ തന്നെ ചൈന പിങ്കിൻ്റെ പ്ലാന്റും ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോ. എനിക്ക് ഈ പേൾ ഓഫ് മെലോയും അതുപോലെ തന്നെ ചൈന പിങ്കും കാണുമ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ലീഫും തണ്ടും ഒക്കെ ഏകദേശം ഒരേപോലെ തോന്നും. കളറിൽ മാത്രം ചേഞ്ചുള്ളൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അത്. പക്ഷേ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ലീഫിന് കുറച്ചുകൂടി കട്ടിയുണ്ട് കേട്ടോ ഈ പേൾ ഓഫ് മെലയ്ക്ക്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോ കേട്ടോ വരുന്നത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് കോംബോ വന്നിട്ട് ഇതാണ്. ഇതിനകത്ത് വരുന്നത് പിങ്ക് സോഡിൻ്റെ ഒരു പ്ലാന്റും അതുപോലെ തന്നെ അഗ്ലോണിമ കോബ്രയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. കോബ്രയുടെ അത്യാവശ്യം ബുഷിയായിട്ടുള്ള നിറച്ച് ലീഫുകളുള്ളൊരു പ്ലാന്റ് ആണിത്. ഈ ഒരു പ്ലാന്റ് അതിൻ്റെ പോലെ കൂട്ടത്തിലുള്ളതാണ് ഇത് കേട്ടോ, പിങ്ക് സോഡ്. ഇത് എന്നിട്ട് ഡോട്ട് കളർ വന്നിരിക്കുന്നത് ലീഫ് പിങ്ക് സോഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് കൂട്ടത്തിലുള്ളത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ കോംബോ. അപ്പോൾ കോംബോയുടെ റേറ്റ് വന്നിട്ട് 450. 4 കോംബോ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ ഒരു കോംബോയിലെ ചൈന പിങ്കും പേൾ ഓഫ് മെലും ഇതാണ് ഞാൻ പറഞ്ഞത്. എക്സ്ട്രാ ഒരെണ്ണം കൂടി ഇതേ സൈസിൽ നമുക്ക് തരാനായിട്ടുണ്ട്. ബാക്കിയുള്ളത് എല്ലാതും സിംഗിൾ കോംബോ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ, വേറെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കുക. പിന്നെ ഇതിൻ്റെ കൊറിയർ വന്നിട്ട് നാളെയാണ് കേട്ടോ, അതായത് വ്യാഴാഴ്ചയാണ് നമുക്ക് ഇതിൻ്റെ കൊറിയർ വരുന്നത്. അപ്പോൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ.